തമിഴ് സിനിമയെ സംബന്ധിച്ച് അത്ര മികച്ച വർഷമായിരുന്നില്ല ഇത്. പ്രതീക്ഷ പകർന്നെത്തിയ പല ചിത്രങ്ങളിൽ ചിലത് ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. മറ്റു ചിലതിന് പ്രതീക്ഷിച്ച വിജയം നേടാനാവാതെ പോയി. കമൽഹാസന്റെ ഇന്ത്യൻ 2, സൂര്യയുടെ കങ്കുവ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞപ്പോൾ വിജയുടെ ഗോട്ടിനും രജനീകാന്തിന്റെ വേട്ടയ്യനുമെന്നും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. തമിഴ് സിനിമകൾ പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയപ്പോൾ മറുഭാഷകളിലെ മികച്ച ചിത്രങ്ങൾ കാണാൻ തമിഴ്നാട്ടിൽ പ്രേക്ഷകർ എത്തി. തമിഴ്നാട്ടിൽ ഈ വർഷം വിജയിച്ച 30 സിനിമകളും അവയുടെ തമിഴ്നാട് കളക്ഷനും നോക്കാം. എല്ലാ ഭാഷയിലെയും ചിത്രങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റാണിത്. പ്രമുഖ ട്രാക്കർമാരായ സിനി ട്രാക്കാണ് പട്ടിക പുറത്തുവിട്ടത്. 1. ദി ഗോഡ് 219 കോടി. 2. അമരൻ 161 കോടി. 3. വേട്ടയ്യൻ 95 കോടി 50 ലക്ഷം. 4. രായൻ 80 കോടി 25 ലക്ഷം. 5. പുഷ്പ 2 70 കോടി 50 ലക്ഷം. 6. അരൺമനൈ 4 67 കോടി. 7. മഞ്ഞുമ്മൽ ബോയ്സ് 63 കോടി 50 ലക്ഷം. 8. അയലാൻ 56 കോടി. 9. ഇന്ത്യൻ 2 54 കോടി 50 ലക്ഷം. 10. മഹാരാജ 48 കോടി 50 ലക്ഷം. 11. ഗരുഡൻ 48 കോടി 30 ലക്ഷം. 12. കൽക്കി 2898 AD 43 കോടി. 13. ലബ്ബർ പന്ത് 37 കോടി 50 ലക്ഷം. 14. ക്യാപ്റ്റൻ മില്ലർ 37 കോടി. 15. തങ്കലാൻ 36 കോടി 90 ലക്ഷം. 16. ഡിമോണ്ടി കോളനി 2 35 കോടി 25 ലക്ഷം. 17. ഗോഡ്സില്ല എക്സ് കോങ് 33 കോടി. 18. വാഴൈ 31 കോടി 25 ലക്ഷം. 19. കങ്കുവ 30 കോടി 50 ലക്ഷം. 20. ഗില്ലി 24 കോടി 50 ലക്ഷം. 21. മെയ്യഴകൻ 23 കോടി 50 ലക്ഷം. 22. സ്റ്റാർ 21 കോടി. 23. ലാൽ സലാം 18 കോടി. 24. ലക്കി ഭാസ്കർ 15 കോടി 75 ലക്ഷം. 25. സൈറൺ 15 കോടി 25 ലക്ഷം. 26. ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ 15 കോടി. 27. വടക്കുപട്ടി രാമസ്വാമി 13 കോടി 75 ലക്ഷം. 28. PT സർ 13 കോടി. 29. രത്നം 12 കോടി 50 ലക്ഷം. 30. റോമിയോ 12 കോടി 25 ലക്ഷം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.